ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജൂപോർട്ട്. മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചോദിക്കുന്നതെന്ന് അറിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻസ് ഇൻ എ ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിലെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡാനിയൽ സെല്ലിൽ ആരാടാ ആനോഡ്? ഡാനിയൽ സെല്ലിൽ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. ഓക്കെ, അതാദ്യം അറിയണം. ഡാനിയൽ സെല്ലിൽ ആരാ കാഥോഡ്? ഡാനിയൽ സെല്ലിൽ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പറാണ്. അതായത് ആനോഡ് സിങ്കും കാഥോഡ് കോപ്പറുമായിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെയാണല്ലോ നമ്മൾ ഡാനിയൽ സെല്ല് എന്ന് വിളിക്കുന്നത്. ആണ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ മക്കളെ, ആനോഡിൽ എന്താ നടക്കുക? ആനോഡിൽ ഓക്സിഡേഷനാ നടക്കുക. കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ റിഡക്ഷനാ നടക്കുക. ഡാനിയൽ സെല്ലൊക്കെ വരച്ച് ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് നീറ്റായിട്ട് നമ്മൾ എഴുതി പഠിക്കേണ്ടതുണ്ട്. നോക്കടാ നിങ്ങൾ, കറക്റ്റായിട്ട് നമുക്ക് എഴുതാം. സിങ്കിൽ ഓക്സിഡേഷൻ അല്ലേ നടക്കുക? സിങ്ക് എന്ന് പറയുന്ന മെറ്റല് ഓക്സിഡൈസ് ചെയ്ത് Zn2+ ആയിട്ട് മാറും. Zn2+ ആയിട്ട് മാറും. പിന്നെയോടാ കാഥോഡിൽ എന്താ സംഭവിക്കുക? കോപ്പർ 2+ എന്ന് പറയുന്ന അക്വസ് സൊല്യൂഷനിലുള്ള അയോണ് ഇവിടെ ആനോഡ് വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോണ് സ്വീകരിച്ച് കോപ്പർ മെറ്റലായിട്ട് മാറും. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന പ്രോസസ്സാണ്. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സാണ് എന്ന് വളരെ കൃത്യമായിട്ട് നീറ്റായിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ മക്കൾക്ക് എഴുതാൻ കഴിയും. അത് നല്ല നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി മക്കളെ നോക്ക്, രണ്ടാമത്തത് റൈറ്റ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. എടാ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് നീ പഠിച്ചവർക്കറിയാം. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ്, പറ, ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+. ഇങ്ങനെയാ മക്കളെ നമുക്ക് കിട്ടുക. ഇങ്ങനെയാ കിട്ടുക. ഇത് നല്ല നീറ്റായിട്ട് മക്കൾ എഴുതി പഠിക്കേണ്ടതാണ്. നല്ല നീറ്റായിട്ട് മക്കൾ എഴുതി പഠിക്കേണ്ടതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഡാനിയൽ സെല്ല് നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാ കിട്ടുക. പറഞ്ഞേ, ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ കോപ്പർ 2+. ഇനി സി നോക്ക്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി അഥവാ ഡെൽറ്റ RG0 ഫോർ ദ റിയാക്ഷൻ. ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, വേറെ റിയാക്ഷൻ ഒന്നും ഇവിടെ തന്നിട്ടില്ലല്ലോ. അതിൻ്റെ ഡെൽറ്റ RG0 സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് എങ്ങനെയാ കാണുക? എടാ, ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നേൺസ്റ്റ് ഇക്വേഷനിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ RG0 ഇസ് ഈക്വൽ ടു മൈനസ് NF E0 സെല്ല്. മൈനസ് NF എന്താടാ? E0 സെല്ല്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്
ഇൻവോൾവ്ഡ് ഇൻ ഇലക്ട്രോഡ് പ്രോസസ്സാ. എടാ ഡാനിയൽ സെൽ എത്ര ഇലക്ട്രോണാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്? 2 ഇലക്ട്രോൺ. സോ -2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ 96,500 ആണ് അതെടുക്കാറുള്ളത്. ഡാനിയൽ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താടാ? അത് 1.1 വോൾട്ട് ആണ് എന്ന് നമുക്കറിയുന്നതാണ്. ഇത്രയും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എന്തറിയണോടാ? ഈ റിലേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. ഫാരഡേ കോൺസ്റ്റന്റ് അറിയണം, n എന്താണ് എന്നറിയണം. E0 സെൽ ഓഫ് ഡാനിയൽ സെൽ എത്രയാ? 1.1 വോൾട്ട് ആണ് എന്നറിയണം. പിന്നെന്താ? നേൺസ്റ്റ് ഇക്വേഷൻ നല്ല നീറ്റായിട്ട് അറിയണം. ഡാനിയൽ സെല്ല് വരക്കാൻ അറിയണം, ആനോഡും കാഥോഡും അറിയണം, അവിടെ നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ച് അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ നല്ല നീറ്റായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ്. 4-5 മാർക്കിനൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ഉണ്ടാവുക. നിങ്ങൾ എഴുതാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് എന്താ പറയുക, ക്വാർട്ടർലി എക്സാമിനേഷന് എന്തായാലും ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ടല്ലോ, 4 ചാപ്റ്റർ ഉണ്ടല്ലോ. നേൺസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഡാനിയൽ സെല്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഡെൽറ്റ Rg0യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ മക്കളെ നീറ്റായിട്ട് പഠിക്കേണ്ടതാ. ഓൾറെഡി ഓണപരീക്ഷയുടെ സ്ട്രാറ്റജി പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ പലർക്കും ഇലക്ട്രോ കെമിസ്ട്രി ഒരു പ്രശ്നമാണ്. നിങ്ങൾക്കൊക്കെയുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, വെറും ഒരു ക്വസ്റ്റ്യനുമായിട്ടല്ല. നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ മക്കളെ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെയും ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നാ സർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു സ്റ്റഡി പ്ലാനോടുകൂടെ കെമിസ്ട്രിയിലെ 2nd ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്ലാസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ പാർട്ട് ആ സെഷൻ ഇന്ന് നടക്കുന്നുണ്ട്. ആദ്യത്തെ പാർട്ട് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മക്കൾ എന്താണ് ചെയ്യേണ്ടേ? കൃത്യസമയത്ത് ലൈവിൽ വരിക. കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരും. ഡൗട്ട് ഉള്ളത് ലൈവിൽ തന്നെ ഇരുന്ന് ചോദിക്കുക. ആ ലൈവ് സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആദ്യത്തെ പാർട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഒരു സംശയവും വേണ്ട, ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ മക്കളെ കറക്റ്റ് 7 മണിക്ക് നിങ്ങൾ ലൈവിലേക്ക് വാ. ഞാൻ ഇവിടെ ഉണ്ടാവും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.